ഈ ഖബർസ്ഥാനുവേണ്ടിയൊക്കെ പലരും സംഭാവന നൽകിയിട്ടുണ്ട്. നമുക്കതിൽ പല ആളുകൾ ഏറ്റെടുത്ത ആളുകളിൽ നിന്ന് പലരും തരാൻ ബാക്കിയിട്ട് നമ്മൾ മക്കാമിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും കാണുന്നതും കേൾക്കുന്നതും മനസ്സിലാക്കിയതുമാണ്. വയലിൻ്റെ പണി ഇന്നത്തോടുകൂടി അവസാനിക്കുന്ന മനസ്സിലാക്കുന്നത്. കഴിഞ്ഞാൽ പിന്നെ തേപ്പിൻ്റെ പണി തുടങ്ങണം. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഏറ്റെടുത്ത ധാരാളം ആളുകളുണ്ട്. കഴിഞ്ഞ ഉറുസിൽ തന്നെ തരാൻ ബാക്കിയുള്ള ഒരുപാട് ആളുകളുണ്ട്. എല്ലാം ഇൻഷാ അല്ലാഹ് കഴിവിൻ്റെ പരമാവധി ആ സംഖ്യകളൊന്ന് കൊടുത്ത് സഹകരിക്കണം. ആരും നമ്മളെ നിർബന്ധിച്ച് ഏൽപ്പിച്ചാൽ നമ്മൾ ഓരോരുത്തരും തരാമെന്ന് പറഞ്ഞ് ഏറ്റെടുത്ത സംഗതികളാണ്. ആ വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. ആ പണി ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം. നമുക്ക് ഇൻഷാ അല്ലാഹ് ഉറൂസ് ഈ പ്രാവശ്യം എന്തായാലും കഴിക്കുകയും വേണം. ഒരുപാട് കൊല്ലങ്ങളായി നമുക്ക് ഉറൂസ് നടത്താതെ തന്നെ 2 പ്രാവശ്യം ഉറൂസ് നടക്കുന്ന സമയങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വലിയ ആപത്തായി തീരുകയും ചെയ്യും. അല്ലാഹു സലാമത്താക്കി തരട്ടെ. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇൻഷാ അല്ലാഹ് മനസ്സുവെച്ച് ഏറ്റെടുത്ത് ധാരാളം ആളുകൾ എപ്പോഴും പറയുമ്പോഴും മൈക്കിലൂടെ ആണെങ്കിലും ഗ്രൂപ്പിലൂടെ ആണെങ്കിലും പറയുമ്പോൾ കേൾക്കാൻ രസമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഏറ്റെടുത്ത ആളുകൾ കഴിയുടെ പരമാവധി കൊടുത്ത് സഹകരിക്കുക. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഏറ്റെടുത്ത വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റാനുള്ള വഴികൾ അള്ളാഹു ഏർപ്പാടി തരുമാറാകട്ടെ. നമ്മുടെ നേരത്തെ പലരും അതിനുവേണ്ടി സംഭാവന ചെയ്തവരുണ്ട്, സഹായിച്ചവരുണ്ട്. നമ്മുടെ ഖബർസ്ഥാന് വേണ്ടി ഏറ്റെടുത്ത നമ്മുടെ അബ്ദുച്ചാന്റെ കേരളത്തിലായി അദ്ദേഹത്തിന്റെ മരുമകളും ഭർത്താവും കൂടിയിട്ട് 1 സെന്റിന്റെ പൈസ ഏൽപ്പിച്ച് ഞാൻ കഴിഞ്ഞ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു. ഇവിടെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ നമ്മുടെ ഖബർസ്ഥാന് വേണ്ടിയിട്ട് ഇന്നലെ നമ്മുടെ കായിച്ച 10,000 രൂപ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു 2 ആളുകൾ 5,000 രൂപ മക്കാമിന് വേണ്ടിയാണ് മക്കാമിന് വേണ്ടി പണിക്ക് വേണ്ടിയിട്ട് കായിച്ച 10,000 രൂപ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു 2 ആളുകൾ ഇവിടെ സംഭാവന നൽകിയത് സാലി മൊഗലാൽ പുത്തൂർ 5,000 രൂപ നൽകിയതാണ്. സിദ്ദീഖ് ഭട്ടിപ്പദം 3,000 രൂപ 2 ആളുകൾ സംഭാവന നൽകിയതാണ്. അല്ലാഹു തആല സംഭാവന നൽകിയ എല്ലാ ആളുകൾക്കും അല്ലാഹു തആല റഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അവരുടെ എല്ലാവരുടെ ഖൈറായ ഉദ്ദേശങ്ങൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. വിഷമങ്ങൾ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുമാറാകട്ടെ. നൽകിയ സ്വതക്കയുടെ ബർക്കത്ത് കൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാഹു പരിഹാരം നൽകുമാറാകട്ടെ. അവർ ചെയ്യുന്ന ജോലിയിലെ കച്ചവട ബിസിനസ്സുകളിൽ അല്ലാഹു തആല വലിയ അഭിവൃദ്ധിയും ഉയർച്ചയും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖൈറായ ഒരു ജോലി ലഭിക്കാതെ പ്രയാസപ്പെടുന്നവരുടെ കൂട്ടത്തിലുള്ള അല്ലാഹുവർക്കൊക്കെ യോജിച്ച ഖൈറായ നല്ലൊരു ജോലി അല്ലാഹു തആല അവർക്ക് നൽകുമാറാകട്ടെ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, അല്ലാഹുവർക്ക് സ്വാലിഹായ സന്താനങ്ങളെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. സന്തോഷമുള്ള ജീവിതം അല്ലാഹു അവർക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന്റെ മിഥിലെ സവാബ് അവരിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ എല്ലാം ഓരോരുത്തർ ഹദ്റത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുത്ത് അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് റമദാനാണ് വരാൻ പോകുന്നത്. അതിന് മുമ്പ് തന്നെ പണിയൊക്കെ തീർക്കണമെന്ന് വിചാരിച്ചാൽ തീരൂല. എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും സഹകരണം ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് തീർക്കാൻ കഴിയും. അവിടെ ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും സഹകരിക്കണം. നമ്മുടെ കുന്നൂർ കാഴ്ച നേരത്തെ 10,000 രൂപ തന്നിട്ടുണ്ട്. ഇന്നലെയും 10,000 രൂപ തന്നു. ഉമ്മാക്ക് സുഖമില്ല. അല്ലാഹു തആല ആ സംഭാവന നൽകിയ സ്വതക്കയുടെ ബർക്കത്ത് കൊണ്ട് ആ ഉമ്മാക്ക് അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. ആരോഗ്യം അല്ലാഹു നൽകുമാറാകട്ടെ. ഖൈർ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. സന്തോഷം അദ്ദേഹം ഉമ്മാക്കും ആ കുടുംബത്തിൽ നമുക്ക് എല്ലാവർക്കും അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാ വർഗവഴിയിലെ സഹകരണം ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഇവിടെ ഖബർസ്ഥാനങ്ങളുടെ സ്ഥലമാണ് അത്